സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ. രാജകീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിഷമകരമായ കഥയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു കഥ പോലെയാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ്റെ ജീവിതം. കഴിഞ്ഞ 20 വർഷമായി രാജകുമാരൻ ഉറക്കത്തിലാണ്. ആരെയും കണ്ണു തുറന്ന് നോക്കാതെ, ആരോടും ഒരു വാക്കും മിണ്ടാതെ, അനക്കമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹം. 20 വർഷം മുൻപ് നടന്ന ഒരു വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്ക് പറ്റി കോമയിലായതാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ. ഏപ്രിൽ 18-ന് രാജകുമാരന് 36 വയസ്സ് തികഞ്ഞു. 2005-ൽ മിലിറ്ററി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റോഡപകടത്തിൽപ്പെട്ട് പ്രിൻസ് അൽ വലീദിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നതും കോമയിലാകുന്നതും. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് അദ്ദേഹത്തെ പരിചരിക്കുന്നത്. റോയ ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 20 വർഷമായി മെക്കാനിക്കൽ വെന്റിലേഷൻ്റെയും ഫീഡിംഗ് ട്യൂബിനെയും ആശ്രയിച്ച് രാജകുമാരൻ ലൈഫ് സപ്പോർട്ടിലാണ് ജീവിക്കുന്നത്. അവസാനമായി അദ്ദേഹത്തിന് ചെറിയ അനക്കം ഉണ്ടായത് 2019-ലാണ്. അന്ന് അദ്ദേഹം വിരൽ അനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ഡോക്ടർമാർ രാജകുമാരനെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ വലീദ് ബിൻ തലാൽ അൽ സൗദ് അത് സമ്മതിച്ചില്ല. പിതാവ് ഖാലിദ് ബിൻ തലാലും അമ്മ രാജകുമാരി റീമ ബിൻ തലാലും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം രാജകുമാരൻ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന അചഞ്ചലമായ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് തുടരുകയാണ്. ഈ വർഷത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് കുടുംബം പുതിയ മെഡിക്കൽ അപ്ഡേറ്റുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ രാജകുമാരൻ്റെ പിറന്നാൾ വാർത്ത ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ഇത്രയും നീണ്ട കോമയ്ക്ക് ശേഷം ഒരാൾ സുഖം പ്രാപിക്കുന്നത് വൈദ്യശാസ്ത്രപരമായി സാധ്യതയില്ലെന്ന് വിദഗ്ധർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നാണ് കുടുംബത്തിൻ്റെ പ്രത്യാശ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.